ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു ഡീപ്പ് ക്ലീനിങ് ഡേ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. രാവിലെ ഒരു 9 മണി മുതൽ തുടങ്ങിയിട്ട് 9-10 മണി മുതൽ തുടങ്ങിയിട്ട് ഒരു വൈകുന്നേരം ഒരു 6:30 വരെ ചെയ്ത കാര്യങ്ങളാണ് ഒരു 5 മിനിറ്റിനുള്ളിൽ നിങ്ങളെ കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളും വാച്ച് ചെയ്യണം. ഒരുവിധം ശനിയാഴ്ചകളെല്ലാം ഇങ്ങനെയാണ് ഉണ്ടാവാറ്. എന്നുവെച്ചാൽ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യും. എല്ലാ ദിവസവും എല്ലാം ചെയ്യാറുണ്ട്. ആൻഡ് എസ്പെഷ്യലി അന്ന് വാഷിംഗ് പ്രത്യേകിച്ചും. ആദ്യം തന്നെ പാത്രം കഴുകിയാണ് സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രവും എല്ലാം ഉണ്ടായിരുന്നു കഴുകാൻ. അതിനിടെ പിള്ളേരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടുപേരും എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. വഴക്കുണ്ടാക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്, തല്ലുകൂടുന്ന സൗണ്ട് കേൾക്കാം. അങ്ങനെ ഇടയ്ക്ക് അവരോട് സംസാരിച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാത്രമൊക്കെ ഒതുക്കി കഴിഞ്ഞ ശേഷം പിന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനും എല്ലാം ഉണ്ടായിരുന്നു. വീട്ടുപണി കാണാനില്ല, പക്ഷേ ചെയ്താൽ വൃത്തിയുണ്ടെന്ന് തോന്നുന്നേ ഉള്ളൂ. പക്ഷേ എത്രമാത്രം അത് ഹെവിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഡെയിലി ചെയ്യുന്നവർക്ക് മനസ്സിലാവും. മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാൻ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ തട്ടുന്ന ഒന്നുമില്ല, വീട് തട്ടി തുടയ്ക്കുന്നൊന്നുമില്ല. എന്താ വെച്ചാൽ പിള്ളേർക്ക് ഡസ്റ്റ് വരുന്നതുകൊണ്ട്, തുമ്മലൊക്കെ ഉണ്ടാവുകൊണ്ട് അവരെ വേറെ ആരെങ്കിലും നോക്കാനുള്ള ദിവസം, അവരെ നിലത്തൂടെ കളിക്കാത്ത ദിവസം മാത്രമേ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. വഴക്ക് കേട്ട് ചെന്ന് നോക്കുമ്പോൾ രണ്ടുപേരും വണ്ടി കയറിയാണ് കളിക്കുന്നത്. ഇടയ്ക്ക് നല്ല സൗഹൃദമാണ്, ഇടയ്ക്ക് നല്ല അടിയാണ്. മല്ലി ഉണങ്ങിയുണ്ടായിരുന്നു, അപ്പോൾ അത് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് കവറിലാക്കി വെച്ചു. വണ്ടിയിൽ നിന്ന് അവന് കുറേ കഴിയുമ്പോൾ ബോറടിക്കുമ്പോൾ അവൻ വഴക്കുണ്ടാക്കി താഴെ ഇറങ്ങുക. പക്ഷെ അവൾ സമ്മതിക്കില്ല. കയറെന്ന് പറഞ്ഞ് അവനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അത് ഒരു വഴിയാക്കി. പിന്നെ തുണിയലക്ക് ഒരു 3-4 ബക്കറ്റ് തുണി എല്ലാ ദിവസവും തന്നെ ഉണ്ടാവും. അപ്പം വാഷിംഗ് മെഷീനിൽ കഴുകാനുള്ള തുണിയെല്ലാം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കഴുകാം. അത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് രണ്ടുപേരും ഉറങ്ങിയെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമേ പുറത്ത് പോയിട്ട് കഴുകാറുള്ളൂ. കാരണം മോള് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. കൊച്ചാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കത്തുമില്ല ആരെങ്കിലും കാണാതെ. അപ്പം പുറത്ത് പോയിട്ട് കഴുക്ക് വീട്ടിൽ ആളുള്ളപ്പം ഒരു മോർണിംഗിലാണ്, ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ രണ്ടുപേരും വീട്ടിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ആണ് ചെയ്യുക. ചേട്ടായി അമ്മച്ചിയും ജോലിക്ക് പോയി കഴിഞ്ഞാണ് ഞാൻ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുക. വന്ന് നോക്കുമ്പോൾ ചിറ്റിക്കുട്ടൻ ഒരു ടോയെ പിടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹന്നായി വെള്ളത്തിൽ മുഴുവൻ കളിച്ച് അവളുടെ ചായ കൊടുത്ത കപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് വെള്ളം മുഴുവൻ കോരി ഒഴിച്ച് കളിക്കുകയായിരുന്നു. അവളെ തുടച്ച് വഴിയാക്കി കളർ കൊടുത്ത് തിരിഞ്ഞപ്പോഴത്തേനും ആ കളറെല്ലാം കൂടെ കടിച്ച് വായിലും പല്ലിലും മുഴുവനാക്കി. പിടിച്ചു വാങ്ങിയപ്പോൾ കരഞ്ഞു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ച് അവളെ പിന്നെ ഇരുത്തി. മോനെ സെറ്റിയിൽ ഇരുത്തിയിട്ടാണ് നിലം തൂക്കാൻ ഇറങ്ങിയത്. രണ്ടുപേരും പിന്നെ കളിക്കുമായിരുന്നു. അവൻ സെറ്റിയിൽ ഇരുത്തിയപ്പോൾ വഴക്കുണ്ടാക്കി. പിന്നെ അവനെ പാട്ട് വെച്ച് ഊഞ്ഞാല ഇരുത്തിയപ്പോൾ കുറച്ച് നേരം കൂടി ഇരുന്നു. ഒരു സെക്ഷൻ അലക്കിയ തുണിയെല്ലാം വിരിച്ചിട്ട് വന്ന് അടുത്തത് അലക്കാൻ വേണ്ടി സോപ്പ് വെള്ളത്തിൽ വെച്ച് അലക്കി വിരിച്ചിട്ട് കഴിഞ്ഞ് മോന് വഴക്കുണ്ടാക്കിയ അവനെ ഉറക്കിയിട്ടാണ് പിന്നെ അടുത്ത ക്ലീനിങ് തുടങ്ങുന്നത്. എന്നാലും മോൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ അവനുറങ്ങിയോണ്ട് അവൾക്ക് ബോറടിക്കാണ്ടിരിക്കാൻ TV വെച്ച് കൊടുത്തു. അത് കണ്ട് അവൾ ഉറങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനും TV-യിലോട്ട് നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് തൂത്തുവാരി സെറ്റാക്കി കഴിഞ്ഞ് അടുക്കളയായിരുന്നു ഭയങ്കര ടാസ്ക്കായി കിടന്നത്. മൊത്തത്തിൽ അലവല എല്ലാം ക്ലീനാക്കി തുടയ്ക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പം മോളും ഉറങ്ങിപ്പോയി. അത് സെറ്റ് ചെയ്ത് കിടന്ന്. പിന്നെ അവളെ മാറ്റി കിടത്താൻ നിന്നില്ല, എടുത്താൽ ചിലപ്പം കരയും. ഡീപ്പ് ക്ലീനിങ് ഡേ എന്ന് വെച്ചാൽ ഒന്നുമില്ല, പ്രത്യേകിച്ച് തുടയ്ക്കുക. ഇച്ചിരി വെള്ളം കൂട്ടി തുടയ്ക്കും. ടൈലെല്ലാം മാറ്റായിട്ടുണ്ട്, കുറച്ച് ക്ലീനാക്കാൻ ഇച്ചിരി പണിയാണ്. അപ്പം സോപ്പ് വെള്ളമൊക്കെ കൊണ്ടാണ് പിള്ളേർ ഉറങ്ങിയ ശേഷം വെള്ളം എടുത്ത് തറയിലൊക്കെ ഒഴിക്കാറുള്ളൂ. തെന്നി വീഴലൊരു സംഭവമായതുകൊണ്ട് ഞാൻ തന്നെ കെയർഫുള്ളായിട്ട് തന്നെ പിടിച്ചുകൊണ്ട് കിടക്കുന്നത്. മൊത്തത്തിൽ ഇച്ചിരി വെള്ളം അധികം ഇട്ടിട്ട് കഴുകിയിട്ട് 2-3 തവണ തുടച്ച് പിന്നെ വടിച്ചെടുക്കുകയാണ് ചെയ്യുക വെള്ളം. അപ്പോഴേ വഴക്കുണ്ടാക്കി തുടങ്ങി. മോള് അപ്പം തന്നെ എഴുന്നേറ്റുണ്ട്. സമയം ഇപ്പം തന്നെ ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മോള് കരയുന്ന ഒച്ച കേട്ടായിരുന്നു. പിന്നെ അവളെ എഴുന്നേറ്റ് ഞാൻ ഒരു ഫുഡ് കൊടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശം അവളൊരു ചെയറിട്ടിട്ട് പൊക്കത്തിലിരുത്തിയോണ്ടാണ് വെള്ളത്തിലിറങ്ങി കളിക്കുന്നത് കാണാത്തത്. അല്ലെങ്കിൽ ആൾ താഴെ ഇറങ്ങാൻ വേണ്ടി വഴക്കുണ്ടാക്കും. അത് തീർന്നു പോയി എന്ന് പറഞ്ഞാൽ ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ അവൾക്ക് കൊടുത്തു. തൊടാൻ വടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ടോയ്ലറ്റ് കഴുകി. അതിൻ്റെ സൗണ്ട് കേട്ടപ്പോഴത്തേനും മോന് എഴുന്നേറ്റു. പിന്നെ 5:45 പിന്നീട് ഇവനെ എടുത്ത് ബാക്കി വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ പിള്ളേർ രണ്ടുപേർക്ക് ഫുഡ് കൊടുത്തിട്ട് അവരകത്തിട്ട് കൂട്ടിയിട്ട് മുറ്റത്തിറങ്ങി മുറ്റടിച്ചു വാരി.
ഫൈനൽ ലുക്ക് ഇതാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്കും തോന്നുന്നുണ്ടാവില്ല. പക്ഷേ ഒരു ഡേ ഫുള്ള് ഹാർഡ് വർക്ക് ചെയ്താലേ ഇതൊക്കെ ഇങ്ങനെ ആയി കിട്ടുള്ളൂ. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം. പിള്ളേരെ അടുത്ത നിരത്താനുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.